ഒരു സ്വസ്ഥൻ, അവന്റെ സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ബോഡി സോളിലെല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാൾ. അയാളുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ രാവിലെ 4 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കണം എന്നാ പറയണേ. അവിടെ തൊട്ടേ പ്രശ്നം തുടങ്ങും. അവിടുത്തെ പ്രശ്നം ഉറങ്ങുന്നത് തന്നെ 4 മണിക്കാണ്. അതെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മളെ വളരെയധികം ബെനിഫിഷ്യൽ ആക്കും. അപ്പൊ അതാണ് സ്വസ്ഥവൃത്തത്തിന്റെ ഫസ്റ്റ് ശ്ലോകം. പിന്നെ ഓരോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുക, പിന്നെ എക്സസൈസ് ചെയ്യുക, എണ്ണ തേച്ച് കുളിക്കുക. അഭ്യംഗം ആചരയത് നിത്യം എന്നാ പറയുന്നത്. അഭ്യംഗം എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കണം എന്നാ പറയുന്നത്. എല്ലാ ദിവസവും പോയിട്ട് മാസത്തിലൊരിക്കൽ പോലും ആൾക്കാരെ എണ്ണ തേച്ച് കുളിക്കണില്ല. അതെ. പക്ഷെ അതിൻ്റെ ഒരു ആരോഗ്യം കാണാനുണ്ട്. ഇപ്പൊ എൻ്റെ സ്വന്തം കേസിൽ എൻ്റെ ഫാദറിനെ നോക്കിയാൽ എനിക്ക് എൻ്റെ ആയുർവേദമൊക്കെ പഠിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മുതൽ തന്നെ അച്ഛൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ചൊവ്വയും വെള്ളിയും എണ്ണ തേച്ച് കുളിക്കുമായിരുന്നു. തന്നെ നല്ലെണ്ണ തേച്ചിട്ട് ശരീരം മുഴുവൻ എണ്ണ തേച്ച് നന്നായിട്ട് കുളിച്ച്, അതുകൊണ്ട് ഇപ്പോഴും 94 വയസ്സായാലും ആള് ആരോഗ്യവാനായിട്ടിരിക്കുന്നുണ്ട്. എണ്ണ തേച്ച് കുളിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു ഈർക്കലി ഉണ്ടെങ്കിൽ അത് ഉണങ്ങി പോയി കഴിഞ്ഞാൽ അത് ഒടിയും. എണ്ണ തേച്ച് മുട്ടി കഴിഞ്ഞാൽ അത് വളയും. അതെ. ഒമാനിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്, ഒമാനി വാക്കിംഗ് സ്റ്റിക്ക്. ഞാൻ കുറച്ചു കാലം മസ്കറ്റിലായിരുന്നു. ഒമാനി വാക്കിംഗ് സ്റ്റിക്ക് ഒറ്റ മുളയും കൊണ്ടാണ് ഉണ്ടാക്കണേ. അതെങ്ങനെയാ വെച്ചാൽ ഹോട്ട് ഓയിലിൽ 3 ആഴ്ച മുക്കി വെക്കും, എന്നിട്ട് അത് വളച്ചെടുക്കും, പിന്നെ അത് അങ്ങനെ തന്നെ നിൽക്കും. ഒറ്റ വടിയാ. അപ്പൊ ആ എണ്ണയ്ക്കുള്ള ആ ഒരു പവർ ഭയങ്കരമാണ്. അപ്പൊ ആ എണ്ണ തേച്ച് കുളിക്കുക, വ്യായാമം ചെയ്യുക, എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കുക. ഇതിപ്പോ